അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നൊരു വൺ പീസ് കളിയാണ്ട് അവർക്കറിയാവുന്ന ഒരു തരത്തിലുള്ള ഗെയിമാണ്. വൺ പീസിൻ്റെ തന്നെയാണ്, പക്ഷേ സ്റ്റിക്മാൻ ഗെയിമാണ്. അപ്പോൾ നമ്മുടെ ക്യാരക്ടേഴ്സിനാണ് ഫസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മുടെ ലൂഫി ഉണ്ട്, പിന്നെ നമ്മുടെ ഉള്ളത് എയ്സ്, പിന്നെ ആരുണ്ട് നമ്മുടെ ഈ സോറോ ഉണ്ട്, പിന്നെ നമ്മുടെ ഈ ഉസോപ്പണ്ണൻ, പിന്നെ സാഞ്ചി അണ്ണനുണ്ട്, സഞ്ജി. പിന്നെ റോബിന് ഉണ്ട്, റോബിൻ, പിന്നെ നാമി, പിന്നെ ലൂഫിയുടെ ഒരു സ്വാട്സ്മാൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഫ്രങ്കി കുട്ടനുണ്ട്. അത്രയും വരാൻ നമ്മളെ ഉള്ളത്. ഇപ്പം നമുക്ക് അപ്പോഴത്തേക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടോ. അതിനുണ്ട് നമുക്ക് ഫസ്റ്റ് എല്ലാ കാര്യങ്ങളും കാണിക്കാം. ഇതാണ് സ്കിൻ. ഇതിലെ മെയിൻ സാധനം നമ്മളെ ടോക്കൺ 10 ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മിഹാസിനെ വാങ്ങാൻ പറ്റും ഗൈസ്. ഇത് ഗൈസ് ഭയങ്കര സൗണ്ട് ഉണ്ട് ഗൈസ്. സൗണ്ട് കുറച്ച് ഗൈസ്. സൗണ്ട് ഗൈസ് കൊടുക്കണോ? കൊടുക്കണ്ട ഗൈസ്. നമുക്കപ്പം ഇത് ടൂർണമെൻ്റ് ഉണ്ട്, സ്റ്റോറി മോഡുണ്ട്, ബോസ് മോഡുണ്ട് ഗൈസ്. നമുക്ക് അപ്പം ടൂർണമെൻ്റ് കളിക്കാം ഗൈസ്. ടൂർണമെൻ്റ് ഫസ്റ്റ് ആരാ? ഫസ്റ്റ് ജയിച്ചാണല്ലോ ഓൾറെഡി. ഗൈസ് 11 ഉസോപ്പണ്ണൻ്റെ സ്ഥലത്തുള്ള അറിയായിരിക്കും. വൺ പീസ് ഫാൻസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഇത് ഫസ്റ്റ് തന്നെ അടിക്കണം, അല്ലെങ്കിൽ ചത്തു പോകും നമ്മൾ. ഇവന്മാർ ഭയങ്കര പവറുള്ളവന്മാർ വേറെ ഇപ്പന്മാരുണ്ട്. ഇവന്മാരെ കാണിച്ചിട്ട് ഇവന്മാർക്ക് ഭയങ്കര പവറാണ്. ഈ ഒരു എലിഫൻ്റ് അടിച്ചാൽ മതി, ഇവന്മാർ തീരും. അപ്പോൾ ഗൈസ് ഇച്ചിരി സൗണ്ട് ഓർക്കേണ്ടി. അടി. അയ്യോ ഗൈസ് ഇവൻ ഇച്ചിരി പാടാണ്. ഒരിക്കൽ ചത്തുപോയി ഗൈസ്. നമ്മുടെ ലൂഫി ചത്തുപോയി. ലൂഫി വീണ്ടും പുനർജനിച്ച് വന്നു ഗൈസ്. അത് സ്വാട്സ്മാനായിട്ട്. ഇവൻ്റെ കറുപ്പിച്ചാണ് അത് അടിക്കുന്നതെല്ലാം. ഗൈസ് ഇതിച്ചിരി ഫേക്കാണെങ്കിലും പക്ഷേ കളിക്കാനൊക്കെ രസമുള്ളതാണെങ്കിലും ഇത് അത്രയ്ക്ക് കറക്റ്റ് അല്ല ഗൈസ്. ഇത് ഇച്ചിരി ഫേക്കാണ് ഗൈസ്, ഫേക്ക്. അപ്പോൾ നമ്മൾ ഓരോ തവണ ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ 20-40 അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഗൈസ് ഡയമണ്ട്. അങ്ങനെ 100 വരെ പോകും. പിന്നെ ലാസ്റ്റ് എല്ലാ കളിയും ജയിച്ച് കഴിയുമ്പം 200 കിട്ടും ഗൈസ്, 200 ഡയമണ്ട്. ഫസ്റ്റ് മെറ്റൽ റാഗിങ് അടിച്ചാൽ പണിയാവും ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇച്ചിരി അടിച്ചിട്ട് എലിഫൻ്റ് ഗണ്ണടിക്കാം ഗൈസ്. എന്നിട്ടും കാര്യമില്ല. അയ്യോ സാഞ്ചി. ഇത് മറ്റുള്ള എപ്പിസോഡിലാണ് ഗൈസ്. മറ്റേ സാഞ്ചി നമ്മളെ ലൂഫിയെ പുച്ഛിക്കുന്ന മറ്റേയല്ല. ഇത് വൺ പീസ് ഫാൻസിന് മനസ്സിലാവും എന്തായിരിക്കും. ഞാൻ ഒരു ഡയലോഗ് പറയാതിൽ ഗൈസ്. 800ാമത്തെ എപ്പിസോഡിനകത്തായിരുന്നു ഞാൻ ഒരു ഡയലോഗ് പറയാം ഗൈസ്. സോറി ഗൈസ്, 800 700 സോറി. എനിക്ക് ചെറുതായിട്ടൊരു ഇച്ചിരി ഓർമ്മ കുറവുണ്ട്. അപ്പം ഇങ്ങനെയാണെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി ഗൈസ്. ഇങ്ങനെയാണെന്നാ തോന്നുന്ന ഡയലോഗ്. എന്തുവാ നീ ലൂഫി പറയുന്നതാണ് സാഞ്ചിക്ക്. ലൂഫിയാണ് നീ ഇനി വന്നില്ലെങ്കിൽ ഞാൻ ഇനി മരിക്കും, അങ്ങനെ പറയും ഗൈസ് ലൂഫി സാഞ്ചി കൊടുത്ത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഓക്കെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു കാര്യം മറക്കല്ലേ, സബ്സ്ക്രൈബ്, ലൈക്ക്, ബെല്ലടിച്ച് പൊട്ടിക്കണേ. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ ഗൈസ്. വീണ്ടും 11 ആണല്ലോ ഗൈസ്. ഗൈസ് ഗൈസ് ഇവൻ ഇച്ചിരി പശുക്കാണ്.
അവൻ്റെ ലൈഫ് കുറയുന്നുണ്ടോ? ഇച്ചിരി കുറയുന്നോളായിരുന്നു, ഇച്ചിരി കുറയുന്നുള്ളൂ. അടുത്ത് നിന്നിട്ട് അടിക്കണം, അപ്പം കുറയും. എലിഫൻ്റ് അടിച്ച് നോക്കാം. ഓ ഗൈസ് അത്ര കുറഞ്ഞോളൂ അവൻ്റെ. ഓ ഇത് ഇത്ര നീണ്ടുപോയി നമ്മളെ ലിഫിയുടെ കൈ. ഓ അത് കൊള്ളാം ഗൈസ്. ഒരുത്തനെ ഇവനല്ല, മൂന്നാമത്തവനാണ് ഇച്ചിരി പെശക്ക് ഗൈസ്. ആ മൂന്നാമത്തവൻ ആരാന്നും മിക്കവാറും ആൾക്കാർക്ക് മനസ്സിലായി കാണും. നമ്മുടെ സോറോൻ്റെ കൂട്ടുകാരായിരുന്നു. മറ്റേ ഇത് ഏതോ ഒരു എപ്പിസോഡ് ഞാൻ മറന്നു പോയി, അതുകൊണ്ടാണ്. ഏതോ ഒരു എപ്പിസോഡ് അപ്പം അയ്യോ ചാവും ഇപ്പം. ഞാൻ നമ്മുടെ യേശു ഇപ്പം മാത്രമേ ഉള്ളൂ ഇവൻ ചത്താവുള്ളത്. അടി 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 അയ്യോ അടി 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 ആ അടി അടി അത് തന്നെ ഓള് എന്താ പാറില്ലാത്ത ഓള് അടി 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 ആ ഇവൻ കഴിഞ്ഞില്ലേ. ഗൈസ് ഇവൻ ഇച്ചിരി പാടാണ് ഗൈസ് നമുക്ക്. എൻ്റെ അമ്മച്ചേ ഗൈസ് ഇവൻ ഇച്ചിരി പാടാ. അയ്യോ അത് തന്നെ അടി അടി എലിഫൻ്റ് അടിച്ചാൽ ഇനി കാര്യമുള്ളൂ. ഓ വന്നു, പക്ഷെ ഇച്ചിരി ഗ്യാപ്പ് വേണം അവന്, ഇച്ചിരി അങ്ങോട്ട് കിട്ടണം, ഇനി അടിച്ചേ പറ്റത്തുള്ളൂ. ചത്തവൻ. ഓ ഗൈസ് അപ്പം നമ്മളെ ഇന്നത്തോടെ ഈ വീഡിയോ നടത്തുന്നു. അതോടെ ബൈ.